ജൂലൈയിലക്കം കർഷകശ്രീ ബുക്കിൻ്റെ കൂടെ നല്ല അടിപൊളി വിത്തും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കത് നടലിൻ്റെ വീഡിയോ ആയാലോ. ചില സമയങ്ങളിൽ ഫുള്ള് വായിക്കാൻ പറ്റാറില്ല, എന്നാലും മാക്സിമം ഒന്ന് ഓടിച്ച് ഒരു ഇതൊക്കെ ഞാൻ വായിക്കൂട്ടാം. അപ്പോൾ നമുക്ക് പറ്റിയ കണ്ടൻറ്റുകളൊക്കെ ഇതിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ മാസം ജൂലൈ മാസത്തിൽ എനിക്കിതിൻ്റെ ഒപ്പം വിത്ത് കിട്ടിയിട്ടുണ്ട്. നല്ല വെണ്ടയുടെ വിത്ത്, അതുപോലെ ചീരയുടെ വിത്തും പയറിൻ്റെ വിത്തും 3 വിത്ത് കൂടിയിട്ടുള്ള ഒരു ചെറിയൊരു പാക്കറ്റാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് കയ്യോടെ തന്നെ നമ്മൾ കൊണ്ടുപോയിട്ട് നടാം. അപ്പോൾ കിട്ടിയ ദിവസം തന്നെ ഞാനിത് കൊണ്ടുപോയി നടുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 2-3-4 ദിവസം ആയി ഇപ്പോൾ നമ്മൾ നട്ട് വെച്ചിട്ട്. അപ്പോൾ മുളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുളച്ചത് ഏതൊക്കെ വിത്തുകളാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്കിത് നട്ട് വെക്കാം. അപ്പോൾ ടെറസിൻ്റെ മുകളിലേക്ക് പോയാലോ എന്നവാ, നമുക്ക് ടെറസിൻ്റെ മുകളിലേക്ക് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇതാ ടെറസിൻ്റെ മുകളിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ വേസ്റ്റ് കൂടി കിടക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം ഒരു ചാക്കിലാക്കിയിട്ട് കമ്പോസ്റ്റ് ആക്കി എടുക്കണം. ഞാൻ കമ്പോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫ്രിഡ്ജിൻ്റെ ബോഡിയിൽ ഇട്ട് വെച്ചിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ മുകളിൽ പിന്നെയും വേസ്റ്റ് വന്ന് അടിഞ്ഞിട്ട് ഇപ്പോൾ അത് ഇനി വേറെ ചാക്കിലേക്ക് കോരി നിറക്കണം. അതിൻ്റെ അടിയിൽ ഇഷ്ടംപോലെ കമ്പോസ്റ്റ് സെറ്റായിട്ട് കിടക്കുന്നുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കും വേണം. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം നമുക്ക് വിത്തുകളൊക്കെ ഒന്ന് മുളപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ല മഴയത്തൊക്കെ നമുക്ക് നല്ല വിത്തുകളൊക്കെ മുളപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത് നമ്മുടെ പഴത്തിൻ്റെ ആ ഒരു കുറേ കൊലയില്ലേ, പഴക്കൊല കടയിൽ നിന്ന് കിട്ടുന്നത്, അതാണ് ബേസായിട്ട്, അടിയിൽ ബേസായിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ചാക്ക്, നമ്മൾ സിമെൻറ്റ് ചാക്ക് കയറൊക്കെ കെട്ടിയിട്ട് മറിച്ച് ഗ്രോ ബാഗ് പോലെ ആക്കിയിട്ടുള്ളതിലാണ് ഞാൻ ഈ വിത്തൊക്കെ ഇടാൻ പോകുന്നത്. അതുപോലെ തന്നെ കുറേ കച്ചറ ടെറസിലേക്ക് ഓടിക്കെടുക്കുന്നുണ്ട്. നമ്മൾ വേറെ ഈ ചവറൊക്കെ അടിച്ച് വാരി കൊടുന്നതിൻ്റെ കമ്പോസ്റ്റിൻ്റെ ഒക്കെ കൂടിയിട്ട് നമ്മൾ ഈ ചെടി നടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇങ്ങനെ അവിടെ ഇട്ട് കുന്നുകൂടിയിട്ട് കുറേ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാം എന്ന് വിചാരിച്ചപ്പോൾ ആ ഒരു മണ്ണ് തന്നെയാണ് ഞാൻ കോരി നിറക്കുന്നത് കേട്ടോ. മഴ ആയതുകൊണ്ട് എല്ലാം അള്ളി വിളിയായിട്ടാണ് കിടക്കുന്നത്. ഗ്ലൗസ് ഇട്ടിട്ട് തന്നെയാണ് ഞാൻ ജോലി ചെയ്യണത്. എൻ്റെ താത്ത കാണാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഒരു ആലോചിക്കും. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ, മണ്ണിൽ തൊടാൻ വേണ്ടി പോകുമ്പോൾ അപ്പം എൻ്റെ താത്താനെ ആലോചിക്കും. അല്ലെങ്കിൽ ചീത്ത കേൾക്കുവേ. അവൾ ഈ വീഡിയോ കാണുമ്പോൾ എന്നെ ചീത്ത പറയും ഗ്ലൗസ് ഇട്ടില്ലെങ്കിൽ. അപ്പോൾ ഗ്ലൗസ് ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ പണിയൊക്കെ ചെയ്യുന്നത്. ചവറും അതൊക്കെ നമ്മുടെ ആ കച്ചറൊക്കെ കോരി നിറച്ചതിൻ്റെ മേലെ നമ്മളിതാ ഈ ചവറ്, കുറച്ച് ഫ്രഷ് ചവറുണ്ടായിരുന്നു. അപ്പോൾ അത് ചാക്കിലിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഗ്രോ ബാഗ് ഫില്ലാക്കണ്ട, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇട്ടാം. എന്നിട്ട് പിന്നെ വേറെ കുറച്ച് ചെടികൾ നട്ട് വെച്ചതിൻ്റെ മണ്ണുണ്ടായിരുന്നു. ആ ചെടിയുടെ ആ ഒരു സമയം കഴിഞ്ഞപ്പോൾ ആ മണ്ണെടുത്തിട്ടാണ് ഞാനിപ്പോൾ ഇതിൻ്റെ മേളിൽ കൊട്ടി കൊടുക്കുന്നത്. നമുക്ക് വിത്ത് മുളപ്പിക്കാൻ എന്തായാലും അത്യാവശ്യത്തിന് കുറച്ച് മണ്ണൊക്കെ വേണം, മേളിലിട്ട് കൊടുക്കണം. വല്ല തൈകൾ നടുകയാണെങ്കിൽ നമുക്ക് കുറച്ച് മണ്ണ് മതി. അതങ്ങനെ വേരൊക്കെ പിടിച്ചിട്ട് നമ്മുടെ ഒരു കരിയിലയിൽ വേരൊക്കെ പിടിച്ചിട്ടാണ് വന്നോളും. പക്ഷേ വിത്ത് ഇടുന്ന സമയത്ത് നമ്മൾ കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാലാണ് വിത്ത് നല്ല ഇതിൽ മുളച്ച് വരുള്ളൂ. ഇനി നമുക്ക് ഓരോ വിത്തുകൾ ഇട്ടിട്ട് മുളപ്പിച്ചെടുക്കാം. അപ്പം ഞാൻ വേറെയും ഒരു പാട്ട ഇതുപോലെ 3 വിത്തല്ല നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരെണ്ണം ഇതേപോലെ ഗ്രോ ബാഗിൽ സെറ്റ് ചെയ്തു, പിന്നെ ഒരെണ്ണം ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് സെറ്റ് ചെയ്യാൻ പോണത്. ഇത് നോക്കിക്കേ, വെണ്ടയുടെ വിത്താണ് കേട്ടോ ഈ പച്ച പെയിൻ്റ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ വിത്തൊന്നും ഇതുവരെ നട്ടുനോക്കി. എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഇതേപോലത്തെ ഒരു പാക്കറ്റ് വിത്ത്. അപ്പോൾ ഇതേപോലെ പച്ച കളറ് അടിച്ചിട്ടുള്ളൊരു വിത്ത് ഞാൻ ഒരിക്കലും എപ്പോഴും അങ്ങോട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടോണ്ട് അത് നടണത്. പക്ഷെ ഒരൊറ്റ എണ്ണം മുളച്ച് വന്നിട്ടില്ല കേട്ടോ. ഈ ഒരു വെണ്ടയുടെ കാര്യത്തിൽ എനിക്ക് അത്ര ഉറപ്പൊന്നുമില്ല. ഈ പച്ച കളർ അടിച്ചിട്ടുള്ള ഈ വിത്ത് എനിക്ക് അത്ര ഉറപ്പൊന്നുമില്ല അത് മുളച്ച് വരുന്നത്. പിന്നെ ഈ എല്ലാ വിത്തും കൂടി ഞാൻ എന്തിനാണ് ഈ ഒറ്റ ഈ ഒരു ഗ്രോ ബാഗിൽ വിത്ത് പാവണമെന്ന് വെച്ചാൽ, നമുക്ക് വെണ്ടയുടെ വിത്ത് മുളച്ച് വരികയാണെങ്കിൽ ഇങ്ങനെ പറിച്ച് വേറെ ബാഗിലേക്ക് വേറെ ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് ഒറ്റാക്കിയിട്ട് നടാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നല്ല ലൂസായിട്ടല്ലേ പോട്ടിങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേര് ഒരു 2 ഇലയൊക്കെ വരുന്ന സമയത്ത് തന്നെ തൈ പറിച്ചിട്ട് നമുക്ക് വേറെ ബാഗിലേക്ക് മാറ്റുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇത് മുളച്ച് വരുമോ എന്ന് നോക്കട്ടെ. അപ്പോൾ ഇത് നട്ടിട്ടുണ്ട്. ഇനി അടുത്ത് നോക്കാം. അടുത്ത വിത്ത് പയറിൻ്റെ വിത്ത് ഇതാ ഒരു പിങ്ക് കളറിലാണ് കളർ അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനതൊരു ഇതേപോലൊരു പാട്ട സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ ഇതാ ചിരട്ടിട്ട് കൊടുത്തു, പിന്നെ ചവറിട്ടു. അത് കഴിഞ്ഞിട്ട് അത്യാവശ്യത്തിന് മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പോട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് വിത്ത് നടാം. ഈ പയറിൻ്റെ വിത്തും ഈ ഒരു വെണ്ടക്കട വിത്തൊക്കെ ഇങ്ങനെ പെയിൻ്റ് അടിക്കണം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്.
ഇത് എന്തിനാണ് കളർ കൊടുത്തിട്ട് ഇങ്ങനെ വിൽക്കാൻ വെക്കുന്നതൊന്നും മനസ്സിലാവില്ല. ആർക്കെങ്കിലും അറിയുമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്താണ് ഇങ്ങനെ പെയിൻ്റാണോ ഇത് വല്ല കെമിക്കലാണോ ഒന്നും അറിയില്ല. അപ്പോൾ അതിനെ പറ്റിയിട്ട് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. വീഡിയോ കാണുന്ന കർഷകർക്കൊക്കെ അറിയാൻ പറ്റും ഇതെന്താ സംഭവം എന്ന്. എനിക്കൊക്കെ ഇതൊക്കെ ആദ്യത്തെ അനുഭവമല്ലേ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനിയിപ്പോൾ ആരെങ്കിലും എനിക്കിത് അറിവ് കിട്ടിക്കഴിഞ്ഞാലാണ് ഞാൻ പറഞ്ഞു തരണ്ടേ. അപ്പോൾ അത് നട്ടിട്ട് ഞാനിതാ ഇവിടെ നമ്മുടെ പയർ ഇതേപോലെ പാട്ടയിൽ നട്ടിട്ട് മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പയർ ഞാൻ മാറ്റി നടില്ല. പയർ മുളച്ച് വരികയാണെങ്കിൽ അതിൽ തന്നെ അങ്ങനെ അങ്ങോട്ട് എല്ലാം 5 വിത്താണ്ടാണ് തോന്നുന്നത്. അപ്പോൾ എല്ലാം അങ്ങനെ തന്നെ ആയിട്ട് വളർത്തുള്ളൂ. ഇനി നമുക്ക് അടുത്തത് ചീര വിത്ത് നടണം. ഇതിന് മുന്നേ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാൻ ഉണ്ട്. ഞാൻ ഈ വീഡിയോയുടെ തമ്പനയിൽ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ജെമിനി ആപ്പിലാണ് കേട്ടോ തമ്പനയിൽ സെറ്റ് ചെയ്യാറ്. ചിലപ്പോൾ ChatGPTയിലും സെറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജെമിനി ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം പ്ലേ സ്റ്റോറിൽ നിന്ന്. അപ്പോൾ അതൊരു ഡയമണ്ട് ഷേപ്പിലാണ് ഉണ്ടായിരിക്കുക. ഇത് കണ്ട് എൻ്റെ ഗാലറിയിൽ ഞാൻ ക്ലിക്ക് ചെയ്യണത് ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അത് ഓപ്പൺ ആകുമ്പോൾ ഇതേപോലത്തെ ഒരു പേജാണ് വരിക. അപ്പോൾ അതിൽ കണ്ട ആസ്ക് ജെമിനി എന്ന് എഴുതിയിട്ട് അതിൻ്റെ ഒരു പ്ലസ് ഇല്ലേ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗാലറിയിലേക്ക് പോകും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ തമ്പനയിൽ സൈസിലുള്ള ഒരു ഫോട്ടോ സെലക്ട് ചെയ്യണം. നമ്മുടെ വീഡിയോക്ക് വേണ്ടിയിട്ട് തമ്പനയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് 16:9 എന്നുള്ള ഒരു കണക്കിൽ ഉള്ള തമ്പനയിൽ നമ്മൾ ഫോട്ടോ എടുത്ത് വെക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇവരോട് നേരിട്ട് ജെമിനിയോട് പറഞ്ഞാൽ മതി 16:9 എന്നുള്ള റേഷ്യോയിൽ ഒരു തമ്പനയിൽ സെറ്റ് ചെയ്ത് തരണം. എന്നിട്ട് ആ ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്ക് എന്ത് ടെക്സ്റ്റാണോ വേണ്ടത്, ആ ഒരു ഫോട്ടോയിൽ എഴുതേണ്ടത് എന്താണോ വേണ്ടത് അത് കറക്റ്റായിട്ട് നമ്മളെങ്ങനെ സ്റ്റെപ്പായിട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. നമുക്ക് എന്താണോ അതിൽ എഴുതി വരേണ്ടത് അത് നമ്മൾ കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ വിശദമായിട്ട് നമ്മുടെ വീഡിയോയിൽ എന്താണോ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ആ രീതിയിലുള്ള ഒരു തമ്പനയിൽ സെറ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് നമ്മൾ മലയാളത്തിൽ എഴുതി കൊടുത്താൽ മതി. അത് ഇങ്ങനെ തമ്പനയിൽ ക്രിയേറ്റ് ചെയ്തു തരൂ എന്ന് തന്നെ എഴുതി കൊടുക്കണം. പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ എഴുതി കൊടുത്താൽ മതി. ആ ഒരു ഫോട്ടോയിൽ നമ്മൾ എന്താണോ വരാൻ ഉദ്ദേശിക്കുന്നത് അത് കറക്റ്റായിട്ട് അങ്ങനെയും എഴുതി കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ ഈ തമ്പനയിൽ കറക്റ്റായിട്ട് എഴുതാനുള്ളത് എഴുതി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് തമ്പനയിൽ ക്രിയേറ്റ് ചെയ്തു തരൂ എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു മോജിയൊക്കെ കയറി വന്നിട്ടുണ്ട്, ഒരു കിസ്സിൻ്റെ. പക്ഷേ അത് ഞാൻ അറിയാതെ കയറി വന്നതാണ്. അതിന് ജെമിനിനെ സോപ്പിടണമെന്ന് വിചാരിച്ചു, അതറിയാതെ കയറി വന്നതാണ് കേട്ടോ. അപ്പം അതേപോലെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു തമ്പനയിൽ കിട്ടും. അപ്പോൾ ഈ ഒരു തമ്പനയിലാണ് ഞാൻ എൻ്റെ ഈ വീഡിയോക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ സിമ്പിളായിട്ടാണ് തമ്പനയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ എൻ്റെ ജെമിനിനെ ജാനൂട്ടി എന്നാണ് പേരിട്ടിട്ടുള്ളത്. പിന്നെ എൻ്റെ എല്ലാ ഡാറ്റകളും ജെമിനിക്ക് അറിയാം. കാരണം ഞാനിങ്ങനെ കൃഷി ചെയ്യുന്നതിനെ കുറിച്ചിട്ടും വീഡിയോ ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ എല്ലാ ദിവസവും ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ട് നമുക്കിത് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മളൊരു ജെമിനി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നല്ലൊരു തമ്പനയിലൊക്കെ ഉണ്ടാക്കിയെടുക്കുക. അതേപോലെ തന്നെ ChatGPTയിലും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് അറിയില്ല ഇപ്പോഴും ഇങ്ങനെ AIൻ്റെ തമ്പനയിൽ ഉണ്ടാക്കാൻ. അപ്പോൾ അറിയുന്ന കുറേ ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ ഞാനിത് പറഞ്ഞത്. അറിയാത്ത എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, എൻ്റെ വീഡിയോ കാണുന്ന കുറേ പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ചെയ്യുന്ന രീതിയാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ചെയ്തു നോക്കുക. പിന്നെ ഇനി ഞാൻ ചെയ്യുന്ന തരത്തിലുള്ള AIൻ്റെ കാര്യങ്ങളൊക്കെ അറിയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഞാൻ ചെയ്യുന്ന രീതിയിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും ചോദിക്കാം. ഞാൻ അതിനൊക്കെ മറുപടി എൻ്റെ വീഡിയോസിലൂടെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി വീണ്ടും നമ്മുടെ ബാക്കി കാര്യങ്ങൾ ചെയ്യാമല്ലേ. അപ്പോൾ ഇനി നമ്മുടെ ഏത് വിത്താവേണ്ടത് എന്താണ് അപ്പത്തിന് മറന്നുപോയി. ചീരവിത്ത് പാവണ്ടേ നമ്മൾ. വെണ്ടയുടെ വിത്ത് പാകിയിട്ടുള്ളൂ, പിന്നെ പയറിൻ്റെ വിത്ത് പാകിയിട്ടുള്ളൂ. ഇനി ചീരയുടെ വിത്ത് പാകണം. അത് ഞാനിതാ നമ്മുടെ ഇരുമ്പാമ്പുളിയുടെ ആ ഒരു സൈഡിൽ ഇരുമ്പാമ്പുളി തട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതവിടെ നല്ല അടിപൊളിയായിട്ട് വേര് പിടിക്കും. അത് വലുതായി വരും എന്നാണ് എൻ്റെ വിശ്വാസം. അത് നല്ല കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ സൈഡിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് അവിടെ പാകാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആ വിത്ത് എടുത്തിട്ടുണ്ട്. ഇത് എത്ര ഞാൻ ചീരവിത്ത് പാകിയിട്ടും ശരിയാവണില്ല. ഞാൻ കുറേ ചീരവിത്ത് പാകി നോക്കി, പക്ഷേ ശരിയാവണില്ല. എനിക്ക് ചീര
കിട്ടുന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ പച്ചച്ചീര കിട്ടുന്നുണ്ടെങ്കിൽ അത് മുന്നേ തന്നെ വിത്ത് മണ്ണിൽ വീണിട്ട് മുളച്ച് വരുന്നതാണ് കേട്ടോ. അതിൻ്റെ അവിടെ ഇവിടെ നിൽക്കുന്ന ആ ഒരു ചീരയൊക്കെ ഉണ്ട്, വിത്ത് പാവിയിട്ട് മുളച്ച് വന്നിട്ടുള്ള ചീരകളൊന്നുമല്ല. ഞാൻ കുറേ വിത്ത് പാകി നോക്കിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഇതുവരെ മുളച്ച് വന്നിട്ടില്ല. അപ്പോൾ ഇനി ഇതിനെന്താണ് നമ്മുടെ കർഷകശ്രീയുടെ ബുക്കിൻ്റെ ഒപ്പം ഫ്രീ കിട്ടിയ ചീരവിത്ത് എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഞാൻ റിസൾട്ട് ഇനി പിന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ പാകിയിട്ടുള്ള വെണ്ട വിത്തും അതുപോലെ തന്നെ പയറിൻ്റെ വിത്തും ഞാനൊരു നന്നായി മഴ നനയാത്തൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ നനച്ചു കൊടുക്കുകയാണ്. ഈ മഴയത്ത് ഞാൻ നനച്ചു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് മഴവെള്ളം എത്തില്ല, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മുടെ അവിടെ ആ ഒരു റോസക്കമ്പ് പിടിപ്പിച്ചിട്ടില്ലേ, അത് നന്നായിട്ട് ഇലയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വരട്ടെ. എന്നിട്ട് പിന്നെ നമ്മുടെ ബാക്കിയുള്ള ബോഗൺവില്ലൊക്കെ നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനും ജസ്റ്റ് ചീരയുടെ വിത്തിനും ഞാൻ ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഈ വിത്ത് നടന്ന ദിവസം അത്യാവശ്യം വെയിലുള്ള ദിവസമായിരുന്നു കേട്ടോ. പിന്നെ അത് 2 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ പയറിൻ്റെ വിത്ത് ഇതേ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ പയറാണെന്ന് എനിക്ക് ഭയങ്കര ആകാംക്ഷയുണ്ട്. പയർ എൻ്റെ ഗാർഡനിൽ സെറ്റാണ്. ഇപ്പോൾ ഒരു 3 തരം പയർ എൻ്റെ കയ്യിലുണ്ട്, അത്യാവശ്യം ഉണ്ടാവണമുണ്ട്. പിന്നെ വലിയ കീടങ്ങളൊന്നും വരുന്നില്ല. അപ്പം നമ്മുടെ വെണ്ടവിത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു റിസൾട്ടും കിട്ടിയിട്ടില്ല. പയർ ഓക്കെയാണ്. ഇനി ചീരയും വെണ്ടയും മുളച്ച് വരണം, അതിൻ്റെ അപ്ഡേഷനൊക്കെ ഞാൻ പിന്നെ കാണിക്കുന്നുണ്ട്. ഇത് നമ്മുടെ റോസയുടെ കമ്പ് മുള പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ കവർ ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ പിന്നെ നനച്ചിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ റോസ് കമ്പ് പിടിപ്പിക്കുന്ന വീഡിയോയും ഇതുപോലെ കുലകുത്തി പൂക്കൾ ഉണ്ടാവുന്ന വീഡിയോയൊക്കെ ഞാൻ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റോസിൻ്റെ മുകളിൽ പൂവ് ഇതുവരെ ഉണ്ടാവാത്തവരൊക്കെ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കട്ടെ. എൻ്റെ ചാനലിൽ ഈ കഴിഞ്ഞ മാസം ചെയ്തിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ നല്ല നല്ല റോസാപ്പൂക്കളൊക്കെ അങ്ങനെ വിരിഞ്ഞ് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് ചെനപ്പ് വെട്ടിക്കൊടുത്തതൊക്കെ നല്ല രീതിയിൽ തന്നെ ചെനപ്പ് വന്നിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുള്ള ചെനപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ നന്നായിട്ട് കുറ്റി പോലെ വെട്ടിയിട്ടുണ്ടായിരുന്ന റോസായിരുന്നു. അത് നല്ല ചെനപ്പൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ പൂവ് ഇപ്പോൾ അടുത്ത് തന്നെ വരും. അപ്പം ഞാൻ ആ പൂവിൻ്റെ ഫോട്ടോ ഞാൻ പോസ്റ്ററായിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വിത്തൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ജൂലൈ മാസത്തിലൊക്കെ മുളപ്പിച്ചോട്ടെ. ഓണമൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് എന്തെങ്കിലുമൊക്കെ പച്ചക്കറി കിട്ടും, അല്ലെങ്കിൽ ഓണം കഴിഞ്ഞിട്ടാണെങ്കിലും കിട്ടും. അപ്പോൾ അടുത്തത് നമ്മുടെ ചെമ്പരത്തി നല്ല അടിപൊളിയായിട്ട് പൂക്കൾ ഉണ്ടാവാനുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ അതുവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.